ഹായ്, ഞാൻ നവാസ്. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റൊക്കെ ഓൺലൈനായിട്ട് സെല്ല് ചെയ്യുന്ന ആൾക്കാരാണോ? എന്തെങ്കിലും ഒരു യൂസ്ഡ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഓൺലൈനിൽ സെല്ല് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇതേ രീതിയിൽ ഒരു ഷോപ്പ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മളൊരു സ്റ്റോറിൻ്റെ ഒരു പേരുണ്ട്. അതേപോലെ തന്നെ നിങ്ങളൊരു ഡൊമൈനിൽ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റും. ഷോപ്പ് നിങ്ങളെ domain.com ആ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിവിടെ നമ്മളൊരു ഫൗണ്ടർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുക, അതിൻ്റെ പ്രൈസ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്പനി അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. മൾട്ടിപ്പിൾ കാറ്റഗറി ആയിട്ട് ചെയ്യാം, ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഇതിൽ ഒരു ബൈ നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ബൈ നൗവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിലുണ്ടാവും. ഓക്കെ, നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിന് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള കൂപ്പൺ കോഡ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആഡ് ഓൺ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. ഇവിടെ തന്നെ നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം, പേരും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഷോപ്പിൻ്റെ പേര് കൊടുക്കാൻ, അതുപോലെ തന്നെ അതിൻ്റെ ഡൊമൈനിലുള്ള പേര്, അതേപോലെ തന്നെ നമ്മളെ ഫോൺ നമ്പർ, നമ്മളെ അഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മളെ ബാനർ ഇമേജുകൾ, നമ്മുടെ ലോഗോ, നമ്മുടെ ഓണർ ഡീറ്റെയിൽസ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഷോപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂ പ്രൊഡക്റ്റ് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുക, അതിൻ്റെ പേര് കൊടുക്കുക, ഡിഫറൻ്റ് ആയിട്ടുള്ള ഇമേജസ് കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത് എന്തിനു വാങ്ങണം, അതിൻ്റെ ഒരു 3 റീസൺ. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് പല രീതിയിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഒന്നെങ്കിലും എൻക്വയറി ചെയ്യേണ്ടത്, ഇപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ഒരു എൻക്വയറി ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, CRM അവരെ ആഡ് ചെയ്യാം, ഡിഫറെൻറ്റ് പൈപ്പ് ലൈനിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എൻക്വയറി ഫോമുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ബൈ നൗ അല്ലാതെ എൻക്വയറി ആണെങ്കിൽ ഫോം ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡുകൾ ആഡ് ചെയ്യാം. ഇനി നമുക്ക് അതല്ല അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ കലണ്ടറിനെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ബൈ നൗ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് നമ്മൾ പ്രൊഡക്റ്റുകൾ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതല്ല നമുക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ വെബ്സൈറ്റുകളുടെ ലിങ്കോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ഷോപ്പ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് യെസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. താങ്ക് യു.